വിൽസൺ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫീഖ് പാഞ്ഞാർ. ടാറ്റ CNG കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് തിയാഗോയുടെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ വേണ്ടവർക്കാണ് CNG എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ പറയാണ്ട് തിയാഗോ CNG എന്ന് പറയാം. അതായത് ഇതിന്റെ ബൂട്ട് സ്പേസ് പുറത്ത് നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ പവർ നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് CNGയിൽ ഓട്ടോമാറ്റിക് തരുന്ന മറ്റൊരു ബ്രാൻഡും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. ഭാവിയിൽ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ തിയാഗോ ആ ഒരു മേഖലയിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അത്തരത്തിൽ മൈലേജ് കൂടുതൽ വേണ്ടവർക്ക്, ഒരു ചെറിയ എൻട്രി ലെവൽ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് തിയാഗോ CNG പരിഗണിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് പ്രത്യേകത വിശദമായിട്ട് നോക്കാം. തിയാഗോ CNG നമുക്ക് ഒരുവിധം എല്ലാ വേരിയന്റിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് സ്റ്റാർട്ടിംഗ് വേരിയന്റുള്ള XC എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് CNG ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും. മാനുവൽ ആയിരിക്കും തുടക്കത്തിൽ ഉണ്ടായിരിക്കും. XT മുതലൊക്കെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് ഏകദേശം നമുക്ക് 10 ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് വിലയിൽ ഇറക്കാനായിട്ടും പറ്റുന്നൊരു വാഹനമാണ്. 10,17,000 ഓൺ റോഡ് ഓഫർ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് 10,000 തന്നെ ഓൺ റോഡ് വിലയിൽ കിട്ടുമെന്നുള്ളതും മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഓട്ടോമാറ്റിക് ആണെന്നുള്ളത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചർ ലോഡറാണ് എന്ന് പറയാം. നമുക്ക് ഗ്രില്ലൊക്കെ ആ ഒരു ട്രൈ ഡിസൈൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ എല്ലാം കൂടി നമ്മൾ തിയാഗോ വർഷങ്ങളായിട്ട് കാണുന്ന ആ ഒരു ഫേസ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. നമ്മൾ താഴേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ട്. ഇത് DRL ആണ്. അത്തരത്തിൽ ലൈറ്റ്സിന്റെ ഏരിയ ഒക്കെ ഫുൾ പാക്കഡ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു എൻട്രി ലെവൽ വാഹനം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ തിയാഗോയുടെ ഒരു ഫുൾ ഓപ്ഷൻ ICNGയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടയർ സൈസ് നമുക്ക് 14 ഇഞ്ചാണ്. കറക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 175/65 പ്രൊഫൈലുള്ള 14 ഇഞ്ചാണ്. പെട്ടെന്ന് കണ്ടാൽ അലോയ്സ് ആണെന്ന് തോന്നും. അലോയ്സ് അല്ല, നമുക്കൊരു സ്റ്റൈൽഡ് വീലാണ് ഈ ഒരു വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. അതുപോലെ ORM ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതെല്ലാം ഉണ്ട്. അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, ഫോൾഡ് ചെയ്യാം. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇനി ഡോർ ഹാൻഡിൽസിലാണെങ്കിൽ ചെറിയൊരു ക്രോം എലമെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഹാച്ച് ബാക്ക് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വർഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെ റൂഫ് റെയിൽസ് പോലത്തെ കാര്യങ്ങളൊന്നും എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് സാധാരണ നമുക്ക് വശങ്ങളിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു CNG ആണ് എന്ന് എടുത്തറിയിക്കുന്ന മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ പെട്രോൾ തിയാഗോ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക ആ രൂപത്തിൽ തന്നെയാണുള്ളത്. അത് ബോട്ടിലെ ഈ ഭാഗത്താണ് നമുക്ക് ICNG എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമാണ് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് CNG വാഹനമാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. പിന്നെ നമ്മൾ വർഷങ്ങളിൽ ഫ്രണ്ടിലൊക്കെ പറഞ്ഞ പോലെ ഒരുവിധം ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്കിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുക ആ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഡീഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, റിയർ വ്യൂ ക്യാമറ കാര്യങ്ങൾ വന്നിട്ട്, പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തിയാഗോ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ, അതുപോലെ ചെറിയൊരു ഗാർണിഷ് ക്രോം എലമെന്റ് നമുക്ക് ഈ ഒരു ബൂട്ട് ലിഡിലായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിനകത്താണ്, അതായത് നമുക്ക് ഒരുപാട് സ്പേസ് അങ്ങോട്ട് പോയിട്ടില്ല നമ്മുടെ CNG ടാങ്ക് വന്നപ്പോൾ. അതായത് നമുക്കൊരു ട്വിൻ സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇന്ത്യയിൽ നമ്മുടെ ടാറ്റ കൊണ്ടുവന്നുള്ള ടെക്നോളജി. അതായത് 10 കിലോഗ്രാമാണ് ഇതിൻ്റെ ഒരു CNG ടാങ്കിന്റെ കപ്പാസിറ്റി. അത് സ്പ്ലിറ്റ് ചെയ്ത് 2 സിലിണ്ടറുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഭാഗങ്ങളിൽ മനോഹരമായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് CNG വാഹനങ്ങളിൽ ഒരു പരാതി ഉണ്ടാകുന്നത് ബൂട്ട് സ്പേസ് കുറവാണ്, ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടുന്ന ഒരു പരിധി വരെ എന്നുള്ളത് ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതും വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അത്യാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ടാങ്ക് കാണാനും അതുപോലെ അതിൻ്റെ വാൾവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇനി എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആ രൂപത്തിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത, അതായത് നമ്മൾ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്താൽ വാഹനം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു മൈക്രോ സ്വിച്ച് ഈ ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പെട്രോൾ ആണെന്നുണ്ടെങ്കിലും CNG ആണ് നമ്മൾ ഈ ഒരു ക്യാപ്പ് നമ്മുടെ നോർമൽ പെട്രോൾ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് രണ്ടും വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 10 കിലോഗ്രാമാണ് CNG ടാങ്ക് എന്നുള്ളത്. പെട്രോളിന് നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ലിറ്ററാണ് പെട്രോൾ ടാങ്കും വന്നിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ CNG തിയാഗോ നമുക്ക് നമ്മൾ സാധാരണ CNGയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്യണം, CNGയിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി ഒന്നിലേക്ക് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യും, അതല്ലെങ്കിൽ ബട്ടൺ വെച്ച് നമ്മൾ സ്വിച്ച് ചെയ്യണം. എന്നാൽ തിയാഗോയിൽ അങ്ങനെയല്ല. തിയാഗോ നമുക്ക് CNGയിലാണെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനി ഉള്ള സ്പേസ് അല്ല നോക്കണ്ട് അറിയാനൊന്നുമില്ല, നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ തിയാഗോ കാണുന്നതാണ്. റെഡി ആയിട്ടുള്ള ഞാൻ കയറിയിരിക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് ലഭിക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഡീസെൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എന്ന് പറയാം. നമ്മളൊരു എൻട്രി ലെവൽ വാഹനത്തിൽ ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ രൂപത്തിലുള്ളൊരു സ്പേസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ 4 പവർ വിൻഡോ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിലാണ് സ്പീക്കർ കാര്യങ്ങൾ കാണാം. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ട്വീറ്റർ അതുപോലെ ക്രോം ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ്. വേറെ റിയർ AC വെന്റ്, ചാർജർ അങ്ങനെയുള്ള ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു വേരിയൻ്റ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതൊന്നും തന്നിട്ടില്ല ടാറ്റ എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവർ സൈഡ് തന്നെ കയറി നോക്കണം.
അങ്ങോട്ട് പോകാം. അപ്പോൾ ഡോറിലാണ് നമുക്ക് ORMന്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് എല്ലാം ഈ ബോൾ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ബാക്കി നോർമൽ നമ്മൾ എല്ലാ വാഹനങ്ങളിലും കാണുന്ന പോലെ പവർ വിൻഡോന്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ലെതർ റാപ്പ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കൊടുക്കായിരുന്നു ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എന്ന് തോന്നി. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ MP3 പ്ലെയർ പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. MIDയുടെ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമല്ല. മീറ്റർ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഇൻഫർമേഷൻസ് നമുക്ക് അറിയാമെന്ന് പറയാം. അതായത് നോർമൽ മറ്റുള്ള ബ്രാൻഡുകളുടെ CNG വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം ഇൻഫർമേഷൻസ് അത്തരത്തിലുള്ള. അപ്പോൾ പ്രധാനമായിട്ട് പെട്രോളിൻ്റെയും അതുപോലെ തന്നെ CNGയുടെ നമുക്ക് ഫ്യൂൽ ലെവൽ അറിയാനായിട്ട് പറ്റും. മുകളിൽ കൊടുത്തിട്ടുള്ളത് CNGയുടെ ആണിത്. ഈ ഭാഗത്ത് 3 ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ പെട്രോൾ ഓൾമോസ്റ്റ് തീരാനായി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് അറിയാനുണ്ട് എന്ന് പറയാം. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അടക്കമുള്ള ടയർ പ്രഷർ മോണിറ്ററിങ് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു മീറ്ററിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ CNGയിലാണോ അല്ലെങ്കിൽ പെട്രോളിലാണോ ഓടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മീറ്റർ നോക്കിയാൽ അറിയാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൂടാതെ ഒരു ടച്ച് സ്ക്രീൻ കൂടി വന്ന് നമുക്ക് ഏകദേശം 7 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാഹനത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെയും അറിയാനായിട്ട് പറ്റും. വെഹിക്കിൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇനി പ്രധാനമായിട്ട് വേണ്ടത് ക്യാമറ ക്വാളിറ്റിയാണ്. ഈ രൂപത്തിലാണ് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്വാളിറ്റി അത്യാവശ്യം ഡീസൻറ്റ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ളൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം. ഭയങ്കര സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ഇവിടെയാണ് നമ്മുടെ CNG അതുപോലെ പെട്രോൾ നമ്മൾ സ്വിച്ച് ചെയ്യേണ്ട ഒരു കൺട്രോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീറ്ററിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ വരികയും ചെയ്യും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇത് പെട്രോളിലാണ്, അതുകൊണ്ട് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ CNGയിലാണ് എന്നർത്ഥം. നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല, ഇൻ്റലിജൻ്റ് ആണ് ഇതിൻ്റെ ECU കാര്യങ്ങളൊക്കെ നമ്മുടെ ടാറ്റ കൊടുത്തുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവശ്യമുള്ള സമയത്ത് സ്വിച്ച് ചെയ്തോളും എന്നുള്ളതാണ്. നമ്മൾ വേണമെങ്കിൽ നമുക്കൊന്ന് കൺട്രോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്നൊരു ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലോക്ക് അൺലോക്ക് അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഓട്ടോമാറ്റിക് AC നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ലോവർ വേരിയൻറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല. ഒരു USB പോർട്ടും അതുപോലെ 12 വാട്ടിന് ചാർജ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ AMT ട്രാൻസ്മിഷൻ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് CNGയിൽ ഓട്ടോമാറ്റിക് തരുന്ന വേറെ ഒരു ബ്രാൻഡും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി നമുക്ക് തിയാഗോ CNG ലഭിക്കുന്നത്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ലേഔട്ട് കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. തിയാഗോയിൽ 20 തന്നെയാണ് ലഭിക്കുക. ബോഡി കളറൊക്കെ നമുക്ക് ഒരു അറ്റത്തുള്ള AC വെന്റിലൊക്കെ വാഹനത്തിന് ബോഡി കളർ ലഭിക്കുന്നത്. ഏത് കളർ വാഹനമാണ് എടുക്കുന്നത് അതായിരിക്കും നമ്മുടെ AC വെന്റിന് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ. അത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക് സംഭവങ്ങൾ. ഇനി പവർ ഫിഗേഴ്സ് ആണ്. നമുക്ക് പെട്രോളിലും CNGയിലും ഒരേ പവർ അല്ല ലഭിക്കുക. നമുക്ക് എഞ്ചിൻ സെയിം തന്നെയാണ് വരുന്നത്. അതായത് നമ്മുടെ റെവട്രോൺ എന്ന് പറയുന്ന ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പെട്രോൾ ആണെങ്കിലും CNG ആണെങ്കിലും എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ ട്യൂണിങ്ങിൽ മാറ്റമുണ്ട്. അതായത് പെട്രോളായിട്ട് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഏകദേശം 86 PS 113 തന്നെ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന CNGയിലേക്ക് വരുമ്പോൾ പവർ കുറച്ച് കുറയുന്നുണ്ട്. എന്നാൽ പോലും അതായത് കുറയാന്ന് പറഞ്ഞാൽ 73.4 PS 95 എണ്ണം ടോർക്കായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതിൻ്റെ കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പവർ തിയാഗോക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും നമ്മുടെ തിയാഗോയുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടാറ്റ തിയാഗോ iCNGയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏകദേശം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു എൻട്രി ലെവൽ വാഹനം വേണം, അതും നല്ല മൈലേജ് വേണം. നമുക്കൊരു 30 കിലോമീറ്റർ മുകളിലൊക്കെ മൈലേജ് CNGയിൽ ലഭിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ മോഡൽസ് ആണ്. അപ്പോൾ സാധാരണ ഈ രൂപത്തിൽ, അതായത് തിയാഗോ മാത്രമല്ല, നമുക്ക് പഞ്ചാണെങ്കിലും അതുപോലെ തന്നെ നെക്സോൺ ഒക്കെ നമുക്ക് CNGയിൽ ലഭിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ബ്രാൻഡുകളൊക്കെ ഇത്തരത്തിലുള്ള CNG അവരുടെ എല്ലാ മോഡൽസിനും ആക്കി തുടങ്ങുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കഫേ നോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ BS6 എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു കഫേ നോംസ് ആണ്. അത് നമ്മുടെ ബ്രാൻഡുകൾക്ക് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ടാർഗറ്റാണ്. അത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CNG ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും വാഹനങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ CNGയിലുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങൾ മൈലേജ് കൂടുതലുള്ള ഒരു വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തിയാഗോ മുതൽ അങ്ങോട്ട് നെക്സോൺ വരെയുള്ള എല്ലാ വാഹനങ്ങളും CNGയിലും ഇലക്ട്രിക്കലും അവൈലബിൾ ആണ്. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ തിയാഗോയുടെ മാത്രമല്ല ടാറ്റയുടെ മറ്റെല്ലാ വാഹനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു വാഹനത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ ഒരു വിലയിൽ ഈ ഒരു ഫീച്ചേഴ്സും ഇത്രയും മൈലേജൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.